എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ആൾജിബ്രിക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് ചില പ്രോബ്ലത്തേക്ക് പോകാം. ഫൈൻഡ് ദി ആൾജിബ്രിക് ഫോം ഓഫ് 1, 6, 11, 16 എക്സെട്ര. ആൾജിബ്രിക് ഫോം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈം ആദ്യം ഫസ്റ്റ് ടൈം 1 കോമൺ ഡിഫറൻസ് ഓഫ് 6 minus 1 എത്രയാ? 5. അപ്പോൾ ഫസ്റ്റ് ടേം 1 കോമൺ ഡിഫറൻസ് 5. ഇനി ആൾജിബ്രിക് ഫോം കാണാനുള്ള ഫോർമുല എന്താണ്? xn is equal to dn plus f minus d. ഡിയുടെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? ഡിയുടെ സ്ഥാനത്ത് 5. അപ്പോൾ 5n പ്ലസ് എഫിന്റെ സ്ഥാനത്ത് 1 മൈനസ് 5. അപ്പോൾ എന്ത് വരും? 5n പ്ലസ് 1 മൈനസ് 5. 1 മൈനസ് 5 എന്ന് പറഞ്ഞാൽ -4. അപ്പോൾ 5n മൈനസ് 4. അപ്പോൾ xn is equal to 5n minus 4. That is the algebraic form of this sequence. 5 into 1, 5 minus 4, 1. 5 into 2, 10 minus 4, that is 6. 5 into 3, 15 minus 4, that is 11, etc. Now, another question. 2, 7, 12, 17, etc. First term, 2. Common difference, 7 minus 2, that is 5. Now, xn കാണാനുള്ള ഫോർമുല dn plus f minus d. d എന്ന് പറയുന്നത് 5. അപ്പോൾ 5n plus f-ന്റെ സ്ഥാനത്ത് 2 minus 5. അപ്പോൾ 5n plus 2 minus 5. 2 minus 5 എന്ന് പറഞ്ഞാൽ -3. അപ്പോൾ 2-ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ -3. ആ നെഗറ്റീവ് ആണിത്. അപ്പോൾ 5n minus 3. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ പോകാം. 21, 32, 43, etc. ഫസ്റ്റ് ടൈം ഏതാ? 21. കോമൺ ഡിഫറൻസ് 32 മൈനസ് 21, ദാറ്റ് ഈസ് 11. ഇനി എക്സൻ കാണാനുള്ള ഫോർമുല dn പ്ലസ് എഫ് മൈനസ് ഡി. അവിടെ ഡിയുടെ സ്ഥാനത്ത് 11 പ്ലസ് എഫ് എന്ന് പറയുന്നത് 21 മൈനസ് ഡി എന്ന് പറയുന്നത് 11. അപ്പോൾ 21 മൈനസ് 11 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 11n പ്ലസ് 10 എന്ന് കിട്ടും. അപ്പോൾ ദിസ് ഈസ് ദി ആൾജിബ്രിക് ഫോം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 19, 28, 37 എക്സെട്ര. അപ്പോൾ 19, 9, 28, 9, 30, 9 വീതം കൂട്ടി പോകുന്ന സീക്വൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം 19 ആണ്, കോമൺ ഡിഫറൻസ് 9 ആണ്. 28 നിന്ന് 19 കുറച്ച് 9. ഇനി ആൾജിബ്രിക് ഫോം കാണാൻ dn പ്ലസ് എഫ് മൈനസ് ഡി ഫോർമുല. അപ്പോൾ ഡിയുടെ സ്ഥാനത്ത് 9 കൊടുത്തു. 9n പ്ലസ് 19 ഫസ്റ്റ് ടൈം മൈനസ് 9. അപ്പോൾ 9n പ്ലസ് 10. അതാണ് അതിൻ്റെ ആൾജിബ്രിക് ഫോം. മറ്റൊരു ചോദ്യം 1, 1.5, 2, എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് ടൈം ഏതാണ്? 1. കോമൺ ഡിഫറൻസ് 1.5 നിന്ന് 1 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഹാഫ്. അപ്പോൾ ഹാഫ് ഈസ് ദി കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടൈം ഈസ് 1. അപ്പോൾ എക്സൻ കാണാനുള്ള ഫോർമുല dn പ്ലസ് എഫ് മൈനസ് ഡി. ഡിയുടെ സ്ഥാനത്ത് ഹാഫ് n പ്ലസ് 1 മൈനസ് ഹാഫ്. 1 മൈനസ് ഹാഫ് കൊണ്ട് ഹാഫ് ആണ്. അപ്പോൾ ഹാഫ് n പ്ലസ് ഹാഫ് ആണ് ഇതിൻ്റെ ആൾജിബ്രിക് ഫോം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 1/6, 1/3, 1/2 എക്സെട്ര. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം ഏതാണ്? 1/6. കോമൺ ഡിഫറൻസ് 1/3 മൈനസ് 1/6. 1/3 1/6 കുറയ്ക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 1/3 1/6 കുറയ്ക്കാന്ന് പറഞ്ഞാൽ 1/3 നമുക്ക് 2/6 എന്ന് എഴുതാം. മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ 1/3 തന്നെയാണ് 2/6. അപ്പോൾ 2/6 മൈനസ് 1/6. അപ്പോൾ സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്താൽ മതി. 2 മൈനസ് 1, ദാറ്റ് ഈസ് 1. 1/6. അപ്പോൾ 1/6 ഈസ് ദി കോമൺ ഡിഫറൻസ്. ആൻഡ് ഫസ്റ്റ് ടൈം 1/6 രണ്ട് സെയിം ആണ്. ആൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാൻ dn പ്ലസ് എഫ് മൈനസ് ഡി. ഡിയുടെ സ്ഥാനത്ത് 1/6n പ്ലസ് 1/6 മൈനസ് 1/6. അപ്പോൾ 1/6n പ്ലസ് 0. 1/6 1/6 കുറച്ചാൽ 0. അപ്പോൾ ഇതും n പ്ലസ് ബി എന്ന് വരുമ്പോൾ ബിയുടെ സ്ഥാനത്ത് 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് സെയിം വരുമ്പോഴാണ് ഈ കോൺസ്റ്റന്റ് ടൈം അബ്സെന്റ് ആയിട്ട് വരും. അപ്പോൾ 1/6n ഈസ് ദി ആൾജിബ്രിക് ഫോം ഓഫ് ദിസ് സീക്വൻസ്. ക്ലിയർ ആയി പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദി ആൾജിബ്രിക് ഫോം. ഫസ്റ്റ് ടൈം 5 അതിന്റെ 10th ടൈം 23. രണ്ട് ടേംസ് വന്നിട്ടുണ്ട്. വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് ആൾജിബ്രിക് ഫോം. അപ്പോൾ രണ്ട് ടേംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടൈം ഓൾറെഡി തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ട് ടേംസ് കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് നമുക്ക് അറിയാം. എങ്ങനെയാ? x10 10th ടേമിന് നമുക്ക് x10 എടുക്കാം. 23. ഫസ്റ്റ് ടേമിന് x1 എടുക്കാം. അപ്പോൾ ഡി കാണാനുള്ള ഫോർമുല
x10 മൈനസ് x1 ബൈ 10 മൈനസ് 1. അപ്പോൾ ഡി എന്ന് പറയുന്നത് x10 10th ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചിട്ട് പൊസിഷൻ ഡിഫറൻസ് ആയ 10 മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10th ടേം എന്ന് പറഞ്ഞാൽ 23 ആണ്. അപ്പോൾ 23 നിന്ന് 5 കുറച്ചിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 23 മൈനസ് 5 ബൈ 9 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 2 ഈസ് ദി കോമൺ ഡിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് ടൈം കോമൺ ഡിഫറൻസ് കിട്ടി. ആൾജിബ്രിക് ഫോം എഴുതിയാൽ മതി. ആൾജിബ്രിക് ഫോം കാണാനുള്ള ഫോർമുല dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2n പ്ലസ് എഫ് എന്ന് പറയുന്നത് 5 ആണ്. മൈനസ് ഡി എന്ന് പറയുന്നത് 2 ആണ്. 5 മൈനസ് 2 എന്ന് പറയുന്നത് 3. അപ്പോൾ 2n പ്ലസ് 3 ആണ് അതിൻ്റെ ആൾജിബ്രിക് ഫോം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം 5 ആൻഡ് 7th ടേം 23. ഫസ്റ്റ് ടേം അറിയാം, 7th ടേമും അറിയാം. കോമൺ ഡിഫറൻസ് ആദ്യത്തെ പോലെ x7 മൈനസ് x1 ഡിവൈഡ് ബൈ 7 മൈനസ് 1. അപ്പോൾ x1 ആണ് 5. ഫസ്റ്റ് ടേമിനെയാണ് നമ്മൾ x1 എടുക്കുക, എഫ് എന്ന് പറയുന്നത്. x7 23. അപ്പോൾ x7 നിന്ന് 7th ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചിട്ട് 7 മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടേം ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 7th ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കാന്ന് പറഞ്ഞാൽ 23 നിന്ന് 5 കുറയ്ക്കുക. അപ്പോൾ 18/6 എന്ന് കിട്ടും. അപ്പോൾ 18/6 എന്ന് പറഞ്ഞാൽ 3 ആണ് കോമൺ ഡിഫറൻസ്. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി, ഫസ്റ്റ് ടൈം കിട്ടി. ഇനി എന്ത് ചെയ്യണം? ആൾജിബ്രിക് ഫോം dn പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ ഡിയുടെ സ്ഥാനത്ത് 3 എന്ന് കൊടുക്കുക, 3n പ്ലസ് എഫിന്റെ സ്ഥാനത്ത് ഫസ്റ്റ് ടൈം ഓൾറെഡി തന്നിട്ടുണ്ട് 5. അപ്പോൾ 5 മൈനസ് ഡിയുടെ സ്ഥാനത്ത് വീണ്ടും 3. അപ്പോൾ 3n പ്ലസ് 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 3n പ്ലസ് 2. അപ്പോൾ 3n പ്ലസ് 2 ആണ് ഇതിന്റെ ആൾജിബ്രിക് ഫോം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡിൽ 3ാമത്തെ ക്വസ്റ്റ്യൻ. 5th ടേം 10 ആൻഡ് 10th ടേം 5. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ തന്നിട്ടില്ല? ഫസ്റ്റ് ടേം തന്നിട്ടില്ല. അപ്പോൾ രണ്ടും വേണം. ഫസ്റ്റ് ടൈമും കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് ഇതുപോലെ തന്നെ x5 അറിയാം, x10 അറിയാം. അപ്പോൾ x5ന്റെ സ്ഥാനത്ത് 10, x5 5th ടേം എന്ന് പറഞ്ഞാൽ x5 ആൻഡ് 10th ടേം എന്ന് പറഞ്ഞാൽ x10. 5th ടേം 10 ആൻഡ് 10th ടേം 5. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ x10 മൈനസ് x5 ബൈ 10 മൈനസ് 5. x10 എന്ന് പറഞ്ഞാൽ 5 ആണ്, x5 എന്ന് പറഞ്ഞാൽ 10 ആണ്. അതായത് 10th ടേമിൽ നിന്ന് 5th ടേം കുറച്ചിട്ട് 10 മൈനസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5 മൈനസ് 10/5. ഇപ്പോൾ 5 മൈനസ് 10 ആയതുകൊണ്ട് -5 ആയിരിക്കും. -5/5 ദറ്റ് ഈസ് നെഗറ്റീവ് ബൈ പോസിറ്റീവ് നെഗറ്റീവ് വരും. അപ്പോൾ -1 ഈസ് ദി കോമൺ ഡിഫറൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണ്. ഇങ്ങനെ വരുന്നതിലെല്ലാം കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആയിരിക്കും. അതായത് 5th ടേം 10, 10th ടേം 5th 5. പൊസിഷനും ടേമും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരിക. 5 10 10 5. അപ്പം ഇങ്ങനെ വരുന്ന ടേംസിൻ്റെ ഒക്കെ കോമൺ ഡിഫറൻസ് ഇങ്ങനെ അരിതമാറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ഉണ്ടായിരിക്കും. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ, അതിൻ്റെ ആൾജിബ്രിക് ഫോം കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടേം വേണം. കോമൺ ഡിഫറൻസ് ആയോളൂ. കോമൺ ഡിഫറൻസ് കിട്ടി. 5th ടേം അറിയാം, ഫസ്റ്റ് ടേം കിട്ടും. അല്ലെങ്കിൽ 5th ടേമിൽ നിന്ന് 4 ടേംസ് പുറകോട്ട് വരണം. അപ്പോൾ x5 മൈനസ് 4d. 5 മൈനസ് 4 ആണ് 1. ഫസ്റ്റ് ടേം ആണെങ്കിൽ 5th ടേമിൽ നിന്ന് 4 ടൈംസ് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 5th ടേം മൈനസ് 4d ദാറ്റ് ഈസ് 10. 5th ടേം 10 ആണ്. 10 മൈനസ് 4 ഇൻറ്റു മൈനസ് 1. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. അപ്പോൾ 10 പ്ലസ് 4 എന്ന് വരും, അതായത് 14. അപ്പോൾ ഫസ്റ്റ് ടേം 14 കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആൾജിബ്രിക് ഫോം കാണാം. ആൾജിബ്രിക് ഫോം കാണാനുള്ള ഫോർമുല dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ -1n പ്ലസ് എഫ് മൈനസ് ഡി. എഫ് എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ 14 മൈനസ് -1 ദാറ്റ് ഈസ് 14 പ്ലസ് 1 വരും. അപ്പോൾ -n പ്ലസ് 15 ആണ് ഇതിൻ്റെ ആൾജിബ്രിക് ഫോം. -n പ്ലസ് 50 ശരിയാണെന്ന് ഇങ്ങനെ വെരിഫൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ എന്നിട്ട് സ്ഥാനത്ത് 1 കൊടുക്കുക. ഇപ്പോൾ -1 പ്ലസ് 15 14. ഫസ്റ്റ് ടൈം 14 കണ്ടോ? ഇനി എൻ്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ സെക്കൻഡ് ടൈം കിട്ടും. കോമൺ ഡിഫറൻസും നോക്കാം. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് എൻ്റെ കോഎഫിഷ്യന്റ് -1 ആണ്. അപ്പോൾ അങ്ങനെ ടേംസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ എൻ്റെ സ്ഥാനത്ത് 5 കൊടുക്കുക, 10 കിട്ടണ്ടോ നോക്കുക. എൻ്റെ സ്ഥാനത്ത് 10 കൊടുക്കുക, 5 കിട്ടണ്ടോ നോക്കുക. അങ്ങനെ വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 4th വൺ. 8th ടേം 2 ആൻഡ് 12th ടേം 8. അപ്പോൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ എന്താണ്? x12 മൈനസ് x8 ബൈ 12 മൈനസ് 8. അതായത് 8 മൈനസ് 2 എന്ന് പറയുന്നത് 12th ടേമിൽ 8th ടേം. 12th ടേം എന്ന് പറഞ്ഞാൽ 8 ആണ്. 8th ടേം എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 8 മൈനസ് 2/4. 8 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 6. അപ്പോൾ 6/4 എന്ന് പറഞ്ഞാൽ 3/2. മുകളിൽ താഴെയും 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 3/2 ആണ്
ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി എന്ത് വേണം? ഫസ്റ്റ് ടേം കാണി 8th ടേം അറിയാവുന്നേ. അപ്പോൾ 8ാമത്തെ ടേമിൽ നിന്ന് 7 ടേം പുറകോട്ട് വരണം. അപ്പോൾ 8th ടേം -7d. അപ്പോൾ F1 എന്നാൽ x1 എന്ന് പറയുന്നത് x8 -7d. അപ്പോൾ x8 എന്ന് പറയുന്നത് 2 ആണ്. 2ൽ നിന്ന് 7 × d എന്ന് പറയുന്നത് 3/2. അപ്പോൾ 7 × 3/2 എന്ന് പറഞ്ഞാൽ 7 3s are 21/2 എന്ന് വരും. അതായത് 21/2 10.5 ആണ്. അപ്പോൾ 2 - 10.5. 2 - 10.5 എന്ന് പറഞ്ഞാൽ -8.5. അപ്പോൾ ഫസ്റ്റ് ടേം -8.5 ആണ്. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ആൾജിബ്രിക് ഫോം കാണാനുള്ള ഫോർമുല dn പ്ലസ് f - d. അപ്പോൾ ഡിയുടെ സ്ഥാനത്ത് 3/2. അപ്പോൾ 3/2n പ്ലസ് -8.5 അതാണ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് 3/2 എന്ന് പറഞ്ഞാൽ 1.5. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/2n മൈനസ് 8.5 മൈനസ് 1.5 ഒരേ സൈൻ ആണെങ്കിൽ ആഡ് ചെയ്തിട്ട് അതേ സൈൻ, അത് 8യും 1യും കൂട്ടിയാൽ 10. അപ്പം -10. അപ്പോൾ 3/2n -10 ആണ് ഇതിൻ്റെ ആൾജിബ്രിക് ഫോം. ക്ലിയർ ആയോ? ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആണ് ചെയ്തത്, ഫസ്റ്റും സെക്കൻഡും പ്രോബ്ലംസ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.